ചായക്കടകളിലെ കണ്ണാടി ചില്ലിനകത്തിരിക്കുന്ന മഞ്ഞ കളറിലുള്ള വെട്ട് കേക്ക് അതൊരു നൊസ്റ്റാൾജിയ. അതിനായിട്ട് നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ്. ഈ കപ്പിനാണ് കേട്ടോ ഞാൻ അളവെടുക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാരയിൽ 3 ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാക്കെടുക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് 2 മുട്ട വേണം. മുട്ട ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് ആദ്യം ഒഴിച്ചു, രണ്ടാമത്തെ ഒഴിക്കുകയാണ്. 2 മുട്ട ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാര ആദ്യം പൊടിച്ച് എടുത്ത ശേഷം നമ്മൾ മുട്ട ഒന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ആ മുട്ട ഒന്നുകൂടെ പഞ്ചസാരയിലിട്ട് ഒന്ന് ചേരാൻ വേണ്ടിയിട്ട്, മുട്ടയും പഞ്ചസാര നന്നായിട്ട് ചേരുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ച് എടുക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിയണം, അല്ലെങ്കിൽ അത് തരിയാവുമ്പോൾ മാവിനകത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം കൂടി വരും. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് എടുക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 2 കപ്പ്, ഞാൻ ഏത് കപ്പിനാണോ പഞ്ചസാര എടുത്തത് 2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു കളറൊന്ന് ബ്രൗൺ കളറിലേക്ക് വരും. അതായത് മഞ്ഞൾപ്പൊടിയും ഈ സോഡാപ്പൊടിയും കൂടെ ചേരുമ്പോൾ കളറ് മാറും. അതുകൊണ്ടാണ് മഞ്ഞ കളറാണ് ആൾക്കാർ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ മഞ്ഞൾപ്പൊടി തന്നെയാണ് കേട്ടോ ഇട്ടത്. നമുക്കിപ്പോൾ വീട്ടിൽ കഴിക്കാനല്ലേ. പിന്നെ അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ സോഡയാണ് ചേർത്തത്, ബേക്കിംഗ് സോഡ കേട്ടോ. പിന്നെ നമ്മളിവിടെ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അത് നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂണ് എണ്ണ ചേർത്താലും മതി. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയാണോ അത് ചേർക്കാം. അത് നന്നായിട്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ഹാർഡായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കണ്ടോ, കുഴച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നാലാണ് ആ മാവ് ഇതൊക്കെ ചേർന്നിട്ട് നല്ല സോഫ്റ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അത് പകുതി കട്ട് ചെയ്ത് മാറ്റിയെന്നേ ഉള്ളൂ. നമ്മളിനി ഇതൊരു സിലിണ്ടർ രൂപത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുക. എളുപ്പപ്പണിയാണ് കേട്ടോ ഇത്. മറ്റേത് ഇങ്ങനെ നമ്മൾ പരത്തിയിട്ട് ഡയമണ്ട് പോലെ വെട്ടിയിട്ടൊക്കെ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് ചെയ്യുന്നൊരു പണിയാണ്. ഇതിങ്ങനെ സിലിണ്ടർ പോലെ പരത്തിയ ശേഷം, അതായത് ഏകദേശം 1 കപ്പ് മാവിൻ്റെ അതാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. 2 കപ്പാണ് എടുത്തപ്പോൾ 2 ഭാഗമായിട്ട് ഞാൻ ഭാഗിച്ചെടുത്തല്ലോ. ഇനി നമ്മൾ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യാം. അതാ നല്ല സോഫ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് മുറിഞ്ഞു വരുന്നുണ്ട്. ഇനി വട്ടത്തിൽ കട്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഒതുക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ വെട്ടിടുക. ഒരു അരഭാഗത്തിന് മുകളിൽ വെട്ട് വരണം, കാരണം അതിൻ്റെ അകം വേവില്ല. അപ്പോൾ അതിങ്ങനെ വെട്ടിയിട്ട് കൊടുത്താലാണ് കറക്റ്റായിട്ട് വെന്ത്, ഒന്നും മുറിഞ്ഞു പോകരുത് കേട്ടോ. ആ പാകത്തിന് വെട്ടിയിട്ട് കൊടുക്കാം. 3/4 ഭാഗത്തോളം വേണം വെട്ടിടാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകം വേവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വെട്ട് ഇട്ട് കൊടുക്കുന്നത്. കട്ടിയിലാണ് ഈ കേക്ക് ഇരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ ഉത്സവപ്പറമ്പുകളിലൊക്കെ പണ്ട് ചായക്കടകളിലൊക്കെ കാണുന്ന ഒരൈറ്റമാണ് ഈ വെട്ട് കേക്ക് എന്നാണ് ഇവിടെയൊക്കെ പറയുക. വേറെ സ്ഥലത്തേക്ക് എങ്ങനെയാണെന്നറിയില്ല. മഞ്ഞ കളറിൽ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മടക്കുസാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതും ഈ വെട്ട് കേക്കുമൊക്കെ നെയ്യപ്പം ഇതൊക്കെയാണ് പണ്ട് നാടൻ ചായക്കടകളിൽ കിട്ടുന്നത്. ഇപ്പോഴും ഈ വെട്ട് കേക്ക് പാക്കറ്റുകളിൽ വരുന്നുണ്ട്. അത് അത്രത്തോളം വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും ഏകദേശം രൂപത്തിലും ഭാവത്തിലൊക്കെ അതൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ആ പണ്ടത്തെ ആ ഒരു രുചിയൊന്നും കിട്ടില്ല. അപ്പം നമ്മളിതുപോലെ തന്നെ മുറിച്ച് എടുത്ത് വയ്ക്കുക. ഉണ്ടോ, കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വിട്ടു പോകരുത്. ഒരു ഏകദേശം 3/4 ഭാഗത്തോളമൊക്കെ ആയി ഇങ്ങനെ നിന്നാൽ മതി. അത് എണ്ണയിൽ പൊരിഞ്ഞ് വരുമ്പോൾ നല്ല വിടർന്ന് പൂ പോലെ ആയിട്ട് വരും. അപ്പം നമുക്കിതൊക്കെ വെറുതെ ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ ഇതിന്. അത് ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഞാനെല്ലാം അത് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കേക്ക് ഇടുക. എണ്ണ ഒരുപാട് പുകയാൻ പാകത്തിന് എണ്ണ ചൂടാവരുത്. അതിന് മീഡിയം ഫ്ലെയിമിൽ എണ്ണയിലിട്ട ശേഷം തീ കുറച്ചിട്ട് വേണം ഇത് മൊരിഞ്ഞ് വരാനായിട്ട്. അതായത് പുറം നന്നായിട്ട് മൊരിയണം, അകം നല്ല സോഫ്റ്റ് ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതിവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കോരിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കുറച്ചുകൂടെ മഞ്ഞ കളർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കളർ ചേർക്കുക തന്നെ വേണം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ മഞ്ഞളും ബേക്കിംഗ് സോഡയും കൂടെ ചേരുമ്പോൾ ഒരു റെഡിഷ് കളറിലേക്കാണ് അതാവുക. പക്ഷെ ഇതിപ്പോൾ വലിയ അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് ഞാൻ എടുത്തതെല്ലാം ഇതാ അവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു എന്ന് നോക്കുക. അരമണിക്കൂർ കുഴച്ച് വയ്ക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവരും പാക്കറ്റ് വാങ്ങിക്കുന്നവരാണ് അധികവും. അതിലും നല്ലത് നമുക്ക് 2 കപ്പ് മൈദ ഉണ്ടെങ്കിലല്ലേ, 1 കപ്പാണെങ്കിലും വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്.
എനിക്കിപ്പോൾ ഇവിടെ ചെയ്തപ്പം ഏകദേശം ഒരു 10-12 ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവർക്കും നന്ദിയുണ്ട്.